സംസ്ഥാനത്ത് ഓണത്തിന്റെ വരവറിയിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. അത്തച്ചമയത്തിന് തുടക്കമാകുന്നതോടുകൂടിയാണ് മലയാളിയ ഓണാഘോഷങ്ങളിലേക്ക് എങ്ങനെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുന്നത്. ഓണാഘോഷങ്ങളുടെ വരവറിയിക്കുന്ന ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് അല്പസമയത്തിനകം തുടക്കമാവും. വർണ്ണക്കാഴ്ചകൾ സമ്മാനിക്കുന്ന അത്തം ഘോഷയാത്ര മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. എന്നോടൊപ്പം അർച്ചനയുണ്ട്, അമലുണ്ട് കൊച്ചിയിൽ നിന്ന്. രണ്ടുപേരും ഇങ്ങനെ ആവേശത്തോടെ ഈ ആഘോഷ പരിപാടികളിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. നമുക്ക് അത്തച്ചമയത്തിന്റെ ഈ ആവേശ കാഴ്ചകളിലേക്ക് ഒന്ന് പോയതിനു ശേഷം മറ്റിടങ്ങളിലേക്ക് മടങ്ങി വരാം. രണ്ടുപേരും അർച്ചന, അമൽ, ഗുഡ് മോർണിംഗ്. അത്തച്ചമയത്തിന്റെ ആവേശത്തിലാണ് രണ്ടുപേരും. കേരളീയ വേഷമൊക്കെ അണിഞ്ഞ് നല്ല ഭംഗിയിൽ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് കാഴ്ചകൾ? മലയാളികൾ ഒന്നടങ്കം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. വർണ്ണാഭമായ കാഴ്ചയോടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് അത്തച്ചമയ ആഘോഷയാത്രയ്ക്ക് തുടക്കമാവുകയാണ്. ഞങ്ങളിപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഈ ഒരുക്കങ്ങൾക്ക് നടുവിലാണല്ലേ അമൽ? വളരെ വർണ്ണാഭമായ കാഴ്ചയാണ് ചുറ്റും. തീർച്ചയായും വലിയ ആവേശമുള്ള ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഓണത്തിൻ്റെ ഒരു തുടക്കം എവിടെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ തൃപ്പൂണിത്തുറയിലെ ഈ അത്തച്ചമയ ഘോഷയാത്രയോട് കൂടിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഈ ഘോഷയാത്ര ഈ നഗരവീതിയിലേക്ക് ഇറങ്ങാൻ സമയമുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ ഒക്കെ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് ഈ ഓരോ കലാരൂപങ്ങളും കാണാൻ വേണ്ടി നമ്മളെപ്പോൾ ഓരോരോ ജില്ലകളിലേക്കൊക്കെ പോകേണ്ട സാഹചര്യമുണ്ട്. അതായത് തെയ്യങ്കാണെങ്കിൽ നമുക്ക് കണ്ണൂർ പോകണം, പുലികളി കാണണമെങ്കിൽ നമുക്ക് തൃശ്ശൂർ പോകണം. പക്ഷേ ഇതൊക്കെ എവിടെ ഒരുമിച്ച് കാണാമെന്ന് ചോദിച്ചാൽ അത് ഇവിടെ ഈ അത്തച്ചമയ ഘോഷയാത്രയിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ മലയാള സംസ്കാരം അത് ഒരുമിച്ച് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ആ കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെയൊക്കെ വളരെ വ്യക്തമായി. കലാകാരന്മാർ ഇവിടെ ഉണ്ട്. മാത്രമല്ല 60-ലധികം നിശ്ചല ദൃശ്യങ്ങളും മറ്റ് കലാരൂപങ്ങളും ഒക്കെ അടങ്ങിയ നമുക്ക് ഈ കാഴ്ചകളിലേക്ക് തന്നെ പോകാം. കാരണം അത്രമാത്രം കലാകാരന്മാരാണ് ഇവിടെ ഒരുങ്ങുന്നത്. മാസങ്ങളോളം തയ്യാറെടുത്താണ് ഇവിടെ ഓരോരുത്തരും എത്തുന്നത്, പല ജില്ലകളിൽ നിന്നായിട്ട്. അവരുടെ ഒക്കെ ഒരു സംഗമ ഭൂമിയായി, കലാകാരന്മാരുടെ ഒരു സംഗമ ഭൂമിയായി ഈ അത്തച്ചമയം മാറുകയാണ്. എന്തായാലും ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒന്നടങ്കം ഒരുങ്ങുമ്പോൾ ഈ നഗരവീഥികളിലടക്കം ആയിരങ്ങളാണ് ഇനി അണിനിരക്കാൻ പോകുന്നത്. ഈ ഘോഷയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ ഫ്ലാഗ് ഓഫ് കർമ്മങ്ങളൊക്കെ നടക്കും. അതിനുശേഷമായിരിക്കും ഈ കലാകാരന്മാർ ഒന്നടങ്കം തെരുവ് വീഥികളിലേക്ക് എന്തായാലും നടന്നു നീങ്ങുക. ആ കാഴ്ചകൾക്കായി മലയാളികൾ ഒന്നടങ്കം ഓരോ ഇടങ്ങളിലായി കാത്തിരിക്കുകയാണ്. അതിന് നിമിഷങ്ങൾ മാത്രമാണുള്ളത്. എന്തായാലും ഇവിടെ ഈ ഒരുക്കങ്ങളൊക്കെ നടന്ന് തകൃതിയായി നടക്കുകയാണ് അല്ലേ, പല ഭാഗങ്ങളായിട്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു ചെറിയ ഓഡിറ്റോറിയം മാത്രമാണ്. ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ കലാകാരന്മാർ ഒരുങ്ങുന്നുണ്ടല്ലേ? അല്ല, അർച്ചന അമൽ ഒരു മിനിറ്റ്. അർച്ചന അമൽ ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇതിൽ രസകരമായി നിങ്ങൾ ഈ കലാകാരന്മാരെ കുറിച്ചൊക്കെ പറയുന്നതിനിടയ്ക്ക് രസകരമായ ചില കമന്റുകൾ വരുന്നുണ്ട്. നമ്മുടെ അമലിനെ കണ്ടാൽ നമ്മുടെ പ്രിയപ്പെട്ട ടൊവിനോയെ പോലെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. അമൽ രാവിലെ അങ്ങ് തകർക്കുകയാണല്ലോ. ടൊവിനോ കേൾക്കണ്ട. ഏതായാലും വലിയ സന്തോഷം. രാവിലെ തന്നെ അങ്ങനെ ഒരു കമന്റ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞാൽ വലിയ സന്തോഷം. അതെ അതെ അതെ, തുടർന്നോളൂ. അതിപ്പോൾ മനു സൂചിപ്പിച്ചാൽ നമുക്ക് ഈ കലാകാരന്മാരുടെ ഇടയിലേക്ക് അടക്കം പോകേണ്ടിയിരിക്കുന്നു. കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ആ ഒരു ത്യാഗം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇത്തരത്തിൽ ഈ രാവിലെ അത് പുലർച്ചെ മുതൽ തന്നെ ഈ ഒരു കലാരൂപങ്ങൾക്ക് വേണ്ടി ഇവരിങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്നാണ്. ഇതിപ്പോൾ നമുക്ക് പുലികളി നമുക്ക് കാണാം. ഇതാ ഇവിടെ ചേട്ടൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ആ പുലികളിയുടെ ഒരു ആക്ഷനൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. ഏതായാലും തൃശ്ശൂരായിരിക്കും. ഇല്ല, ഇനി ഫിനിഷിംഗ് ബാക്കിയിട്ട് 4 മണിക്ക് തൊട്ട് വേഷമിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 2 പ്രാവശ്യം ഉള്ള വോട്ടിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത ഫിനിഷിംഗ് വർക്ക് ബാക്കിയിട്ടുണ്ട്. ചോദിക്കണ്ടല്ലോ, തൃശ്ശൂർ തന്നെയാണ് പുലികളിയുടെ ആവശ്യം. ഞങ്ങൾ കഴിഞ്ഞ 2 തവണയായിട്ട് തൃശ്ശൂർ പുലികളിയിൽ 1ാം സമ്മാനം അടിക്കുന്ന ടീമാണ് വിയ്യൂർ ജനസംഘം ടീം. ഞങ്ങളിവിടെ 4 വർഷമായിട്ട് അത്തച്ചമയത്തിന് അത്തം ഞങ്ങൾക്ക് തുടക്കമാണ്. അത്തച്ചമയം തൊട്ട് ഇനി 15 ദിവസം ഞങ്ങൾക്ക് തിരക്ക് തന്നെയാണ്. ഞാൻ 30 വർഷമായിട്ട് തൃശ്ശൂർ പുലികളിയിൽ വേഷം ഇടുന്നു. ഏകദേശം 500 വേഷങ്ങൾ കഴിഞ്ഞു. ഡൽഹിയും പഞ്ചാബ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഈ കലയായിട്ട് എനിക്ക് പോകാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാ വർഷവും വരുന്നതാണ്. എല്ലാ വർഷം 5-6 വർഷമായിട്ട് വരുന്നത്. ഈ മെയ്യെഴുത്ത് എപ്പോൾ തുടങ്ങിയത്? ഏകദേശം എത്ര മണിക്കൂറായിട്ടുണ്ടോ? 4 മണിക്ക് തുടങ്ങിയതാണ്. 4 മണിക്ക് തുടങ്ങിയതാണ്. ഈ 4 മണിക്ക് തുടങ്ങി ഏകദേശം ഇപ്പോൾ ഒരു 8 മണിയുടെ അടുത്തായി. ഏകദേശം 4 മണിക്കൂറായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ടല്ലേ? അപ്പോൾ എത്ര പുലികൾ ഇറങ്ങും ഇത്തവണ? 21 പുലികൾ ഇറങ്ങും. 21 പുലികളുണ്ട്. അത് തകർക്കുക തന്നെയാണ്.
കലാകാരന്മാരും ഒരുങ്ങി നിൽക്കുകയാണ് ഇനി നിമിഷ നേരങ്ങൾ. അതായത് അവർ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി എത്തിയ ആളുകളാണ്. മണിക്കൂറുകൾ നീണ്ട ഈ കലാകാരന്മാരുടെ പരിശ്രമമാണ്. അപ്പോൾ അതിനൊക്കെ ഇനി നിമിഷങ്ങൾ മാത്രം, ആളുകൾക്കിടയിലേക്ക് എത്താൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്. ഇനി ഒരുപാട് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അതായത് നമ്മളിപ്പോൾ ഇവിടെ കലകളെക്കുറിച്ചും കലാകാരന്മാരെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്ക് ഈ അത്തച്ചമയ ഘോഷയാത്ര ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങും. അപ്പോൾ ഉള്ള ഒരു ആൾക്കൂട്ടം അത് ഒന്ന് അത്ഭുതപ്പെടുത്തുന്നത് തന്നെ. അതായത് പതിനായിരങ്ങളാണ് ഈ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് ഈ നഗരവീഥികളിൽ തടിച്ചുകൂടി നിൽക്കുന്നത് എന്നുള്ളത്. ഒരു പക്ഷേ അവർ ഇപ്പോൾ തന്നെ അവിടെ എത്തി സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഇപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അങ്ങനെ എന്തുണ്ടെങ്കിലും അതൊന്നും അവർക്കൊരു വിഷയമല്ല. അവിടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ ഈ അത്തച്ചമയ ഘോഷയാത്ര കാണുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ വെയിൽ ഏകദേശം ഒരു 1 മണിയോടെയൊക്കെ ആകും ഇത് അവസാനിക്കുക. എറണാകുളത്തുള്ള ആളുകൾ മാത്രമായിരിക്കില്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കലാരൂപങ്ങൾ കാണാനായി എത്തുന്ന ആളുകളുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ എല്ലാം കൊണ്ട് അനുകൂലമാണ്, ഞായറാഴ്ച ദിവസമാണ്, മാത്രമല്ല മഴയില്ല, ആളുകൾ കൂടും. ഒരു 5 ലക്ഷത്തിനടുത്ത് ആളുകൾ അല്ലെങ്കിൽ കാണുവാൻ വേണ്ടി ആളുകൾ ഇവിടേക്ക് എത്തും എന്നാണ് ഇവിടെയുള്ള സംഘാടകരുടെ ഒരു കണക്കുള്ളത്. പക്ഷേ 5 ലക്ഷത്തിന് മുകളിലേക്ക് പോയേക്കാം. എന്തായാലും ആളുകളുടെ എണ്ണത്തിൽ, കാണികളുടെ എണ്ണത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏകദേശം ഒരു 9 മണിയോടുകൂടി ഇതിന്റെ ഔദ്യോഗിക പരിപാടികളിലേക്കൊക്കെ കടക്കും. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇത് പൂർണ്ണമായും പൂർത്തിയാകും. അതിനുശേഷം പിന്നെ ഇവിടെ വലിയ ഓളമായിരിക്കും. പിന്നെ നമ്മൾക്ക് ഈ കാഴ്ചയൊന്നും ആയിരിക്കില്ല കാണാം. ഈ കലാരൂപങ്ങളൊക്കെ ഒന്നടങ്കം ഈ ഓഡിറ്റോറിയത്തിലെത്തി അവരുടെ ഒരു സംഗമ ഭൂമിയായി ഇവിടെ വൻ ആഘോഷമായിരിക്കും. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ ആ കാഴ്ചയാണ് നമ്മൾ കാണാനുള്ളത്. അതിനാണ് എല്ലാ മലയാളികളും കാത്തിരിക്കുന്നത്. അത് പിന്നീട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ ആവേശം കൂടും. ആ കാത്തിരിപ്പാണ്. ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണുള്ളൂ. ഇനി പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ കലാകാരന്മാർ ഒരുങ്ങുന്നുണ്ട്. കലാരൂപങ്ങളിലേക്കടക്കം പോകേണ്ടിയിരിക്കുന്നു. ഓരോ വശങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ കലാകാരന്മാരൊക്കെ ഒരുങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതാ ഇപ്പോൾ നമ്മൾ പുലികളി കണ്ടു, അതോടൊപ്പം തന്നെ മറ്റ് പടയണി ഒരു ഭാഗത്തുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് പല കലാരൂപങ്ങൾ മറുഭാഗങ്ങളുണ്ട്. ഇപ്പോൾ അർച്ചന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഏകദേശം ഒരു 4-5 കലകൾ മാത്രമേ ഈ ഭാഗത്തുള്ളൂ. മറ്റ് നിരവധി ഇടങ്ങളിലായിട്ട്, അതായത് ഒരു സ്കൂളിൻ്റെ ഒരു ഭാഗമാണ്, അവിടെ ഓരോ മുറികളിലുമായി നിരവധി കലകൾ ഉണ്ട്. അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് മറ്റ് കലാരൂപങ്ങളിലേക്കടക്കം പോകേണ്ടിയിരിക്കുന്നു. ഇതാ അതിൻ്റെ ഒരു കലാരൂപത്തിൻ്റെ ആവശ്യമായ വസ്തുക്കളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുഖത്തെഴുതിയ ചില കലാകാരന്മാരെയും നമുക്കിവിടെ കാണാം. ചേട്ടാ, എങ്ങനെയാ മുഖത്തെഴുത്തൊക്കെ പൂർത്തിയായോ? ആയിക്കൊണ്ടിരിക്കണു. നിങ്ങളെ കലാരൂപം ഏതാ? ഇത് പറയാ സമുദായത്തിന്റെ വട്ടമുടി. വട്ടമുടി എവിടുന്നായിരുന്നേ? മലപ്പുറം. ഞങ്ങൾ 5 പേര്. എങ്ങനെയാ അപ്പോൾ ഈ കലാരൂപം എങ്ങനെയാ? ഇത് വട്ടമുടി എന്ന് വെച്ചാൽ അമ്മ ദൈവ സങ്കല്പ പാക്കനാർ സമുദായത്തിന്റെ അനുഷ്ഠാന കലയാണ്. അങ്ങനെ ഇത് വലിയ മുടി വെച്ച് ഇങ്ങനെ നിരനിരയായി ഇങ്ങനെ പോകും. അത് ഇതിന്റെ ഏതെങ്കിലും ചെണ്ട അങ്ങനെ വാദ്യമേളങ്ങൾ? മരമാണ് ഞങ്ങളുടെ അനുഷ്ഠാനപരമായിട്ടുള്ള വട്ടമുടിക്കുള്ള വാദ്യോപകരണം. മരത്തിലാണ് കൊട്ട്? അതെ. പക്ഷേ ഇവിടെ ഞങ്ങൾ വാദ്യങ്ങളൊന്നും ഇവിടെ സെറ്റ് ചെയ്തില്ല. ഇവിടെ ഒരു ഫ്ലോട്ട് മാത്രം കാണാനുള്ളൊരു കാഴ്ചയ്ക്ക് ഒരു രൂപം അത്രയേ ഉള്ളൂ. അപ്പം ഈ അത്തച്ചമയ ഘോഷയാത്ര ആദ്യമായിട്ടാണോ ഇങ്ങനെ ഭാഗമാകുന്നത്? ഞാൻ ആദ്യമായിട്ട് അത്തച്ചമയത്തിൻ്റെ ഭാഗമായിട്ട്, പിന്നെ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ മറ്റു പരിപാടിക്കൊക്കെ കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനാദ്യമായിട്ടാണ്. ഇവിടെ എപ്പോൾ എത്തിയേ? ഇവിടെ പുലർച്ചെ 3:15. പുലർച്ചയോട് തന്നെ ഈ മുഖത്തെഴുത്തും ഇതൊക്കെ തുടങ്ങിയല്ലേ? ഇല്ല, ഇതിപ്പോൾ ഒരു 6 മണിക്ക് തുടങ്ങിയുള്ളൂ. 6 മണി? ആ, പെട്ടെന്ന് കഴിയുന്നതാണ്. ഒരു 1.5 മണിക്കൂർ എടുത്ത് 5 പേർക്ക് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട്. ഇത് പിച്ചള ഓടിൻ്റെയൊക്കെ മെയ്യാഭരണങ്ങളാണ്. അത് നാട്ടാശാന്മാർ, മൂശാരിമാർ അവരുടെ കൈവേല ചെയ്ത് ഉണ്ടാക്കുന്ന ആഭരണങ്ങളാണ്. അത് വെച്ചാണ് ചെയ്യുന്നത്. ഏതായാലും വലിയ ആവേശത്തിലാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ആദ്യമായിട്ടാണ് അത്തച്ചമയത്തിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു പുതുമ നന്നായിട്ടുണ്ട്. ഈ അത്തച്ചമയം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഒരു സ്വപ്നമായിരിക്കും ഇങ്ങനെ പങ്കെടുക്കുവാന്ന്? അതെ, തീർച്ചയായിട്ടും. മനു, അങ്ങനെ തന്നെയാണ്. അതായത് ഓരോ കലാകാരന്മാരുടെയും വലിയ സ്വപ്നം കൂടിയാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ കലകളും സംഗമിക്കുന്ന ഒരിടം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ നഗരവീഥി എന്ന് പറയുന്നത് കേരള തനിമ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു നഗരവീഥിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും വലിയ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ അവർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ നമുക്കിനി അങ്ങോട്ട് തിരുവാതിര, അതോടൊപ്പം തന്നെ തെയ്യം, അതോടൊപ്പം പുലികളി, അങ്ങനെ എല്ലാം പടയണി, അതുപോലുള്ള എല്ലാം
കലാരൂപങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതായത് പുലർച്ചെ മുതൽ ആരംഭിച്ച ഈ ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. അത് വളരെ മനോഹരമായൊരു ദൃശ്യഭംഗി നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി ഇത് ഈ നഗരവീതിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരിക്കുമെന്ന് നമുക്ക് പറയേണ്ടതില്ല. ഈ വാദ്യഘോഷങ്ങളുടെ ഒക്കെ അകമ്പടിയോടുകൂടി ഈ കലകൾ അതിൻ്റെ പൂർണ്ണതയിൽ ഇങ്ങനെ നഗരവീതികളിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും അത് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അമൽ. മലയാളത്തിന്റെ മനോഹരമായ കാഴ്ച ആ നഗരവീഥികളിലൂടെ നിറഞ്ഞൊഴുകുന്നത് കാണാൻ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാൻ അമലിലേക്ക് മടങ്ങി വരാം. അർച്ചന മറ്റൊരു വഴിയെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അർച്ചന വേറൊരിടത്തു നിന്നാണ് ചേരുന്നത്. അർച്ചനയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടതിന് ശേഷം ഞാൻ തിരികെ വരാം അമൽ. അർച്ചന, ഇത് എവിടെയാണ് എത്തി നിൽക്കുന്നത്? അവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ എന്താണ്? നമ്മൾ ആ ദൃശ്യ ഭംഗി കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മനു, ഓരോ ഇടങ്ങളിലേക്ക് പോയാൽ അവിടെയൊക്കെ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഓരോ ഇടങ്ങളിലായി ഓരോ കലാരൂപങ്ങൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുകയാണ്. ഇപ്പോൾ പടയണി ഒരു ഭാഗത്തുണ്ട്. നാടൻ കലാരൂപങ്ങളായ പല കലാരൂപങ്ങൾ ഇവിടെ അവസാനഘട്ട ഒരുക്കത്തിലാണ്. ഇവിടെ മറ്റ് നിശ്ചല ദൃശ്യങ്ങളടക്കമുണ്ട്. അതിനുള്ള ഒരുക്കപ്പാടുകളുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ഇന്നലെ വന്ന് ഒരുങ്ങുന്നതാണ്. എല്ലാം പൂർത്തിയായോ? ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് എന്താണ്? ഇത് താമര. ഓരോ രൂപങ്ങളാണ്. ഓരോ രൂപങ്ങൾ. താമര, അരയന്നം, മിറർ. റോഡിലൂടെ നൃത്തം ചെയ്തുകൊണ്ടാണ്. അതെ, റോഡിലൂടെ നൃത്തം ചെയ്യുന്നു. എല്ലാ വർഷവും വരാറുള്ളതാണ്? ഇല്ല, ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ഈ നവകേരള സ്ഥിരം വരുന്നതാണ്. എന്തായാലും ഇങ്ങനെ ഓരോരുത്തരാളായി ഇങ്ങനെ ഒരുങ്ങുകയാണ്. ഇത് പൂർണ്ണമാകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നും ആയിരിക്കില്ല. അത്രമാത്രം മനോഹരമായിരിക്കും. അത് നഗരവീഥികളിൽ ഒന്നടങ്കം ഇങ്ങനെ നിരനിരയായി പോകുന്നത് കാണാനായി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ഈ അത്തച്ചമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ജാതിമത ഭേദമന്യേ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു സന്ദേശം കൂടി നൽകുന്നതാണ്. ഓണം അങ്ങനെയാണ്. ആ ഓണത്തിന് തുടക്കം കുറിക്കുന്നതാകട്ടെ ഇങ്ങനെയൊരു ഒരുമയുടെ രീതിയിലാണ്. ദഫുമുട്ട്, ഒപ്പന, തിരുവാതിര, അങ്ങനെ പല കലാരൂപങ്ങൾ ഈ റോഡിലൂടെ അണിനിരക്കും. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളുണ്ട്. ഇതൊക്കെ ദിവസങ്ങൾ നീണ്ട പ്രയത്നമാണ്. ആ പ്രയത്നത്തിനൊടുവിലാണ് ഇതെല്ലാം തന്നെ നിരനിരയായി ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ആ നഗരവീഥികൾ ഒന്നടങ്കം ഈ കാഴ്ചക്കായി കാത്തിരിക്കുകയാണ്. എന്തായാലും ഒരു രാജവീതിയിൽ മുൻപത്തെ ആഘോഷമായിരുന്നു. അത് ഇന്നൊരു ജനകീയ ആഘോഷമായി മലയാളികൾ ഒന്നടങ്കം ഒരു വ്യത്യാസവും ഇല്ലാതെ, ഒരു വേലിക്കെട്ടുകളും ഇല്ലാതെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും നാടൻ കലാരൂപങ്ങൾ നമ്മൾ ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോയ ചില കലാരൂപങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ കാണാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രത്യേകത. മാത്രമല്ല ഇങ്ങനെ ഒരുപാട് നിശ്ചല ദൃശ്യങ്ങളുണ്ട് കാണാം. ഇതൊക്കെ റോഡിലൂടെ ഒരുമിച്ചിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച നമ്മൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. കാരണം അത്രമാത്രം കണ്ണിന് വിസ്മയം നൽകുന്ന, കുളിര് നൽകുന്ന കാഴ്ചകളായിരിക്കും ഇതൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി നിമിഷ നേരങ്ങൾ മാത്രമാണുള്ളത്. ഈ ഒരുക്കപ്പാടുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ഓഡിറ്റോറിയത്തിൽ എല്ലാ കലാകാരന്മാരും ഒന്നിച്ചെത്തും. ഇവിടെ നിന്നായിരിക്കും അവരുടെ ആദ്യ ചുവടുകൾ. ആ ചുവടുകൾക്ക് ശേഷമാണ് അവർ മലയാളികൾക്ക് മുന്നിലേക്ക്, അല്ലെങ്കിൽ ഈ കാത്തിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരൊക്കെ അവസാനഘട്ട ഒരുക്കുപണിയിലാണ്. നമുക്ക് കാണാം ഇവിടെ ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ആളുകളൊക്കെ. ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. ചേട്ടാ, എവിടുന്നാ വരുന്നേ? കുന്നോളം. ഒരുങ്ങി കഴിയാറായോ? ഇത് എത്ര മണിക്കൂറായി? ഇത് പുലർച്ചെ മേക്കപ്പ് തുടങ്ങിയല്ലോ 3 മണിയാകുമ്പോൾ. പിന്നെ ഇതിപ്പോൾ കയറി തുടങ്ങിയല്ലോ. 10 വേഷം കയറണം. റോഡിലൂടെ നൃത്ത ചുവടുകളായിരിക്കും. എല്ലാ വർഷം വരുന്ന ആളുകളാണ്? ഇല്ല, ആദ്യമായിട്ട് പ്രാവശ്യം. അതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ട്, എല്ലാം ഉണ്ട്. സമയത്തെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്, പക്ഷേ പങ്കെടുക്കണം ആദ്യമായിട്ട്. എന്തായാലും വലിയ ആകാംക്ഷയിലാണ് കലാകാരന്മാർ. അവരുടെ കൂടി ഒരു ആഘോഷം കൂടിയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇത്തരത്തിൽ അത്തച്ചമയം പോലുള്ള ആഘോഷങ്ങളിലാണ് അവരിങ്ങനെ തയ്യാറെടുത്ത് വരുന്നത്. അത് ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയ ആത്മസംതൃപ്തി നൽകുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കലാകാരന്മാരും ഇങ്ങനെ തയ്യാറെടുത്ത് വരികയാണ്. ഇനി നിമിഷ നേരങ്ങൾക്ക് മാത്രം കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ ആ കാഴ്ചകൾ കാണാൻ. എന്തായാലും ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഈ ഹാള് നിറയെ കലാകാരന്മാരെ കൊണ്ട് തിങ്ങി നിറയും. അവരെല്ലാം കൂടെ ഒന്നടങ്കം ഇവിടെ ചുവട് വെക്കും. അതിനുശേഷമായിരിക്കും ഈ അത്തം ഘോഷയാത്രയിലേക്ക് നിരനിരയായ ആളുകൾ എത്തുക. അതിനുശേഷം ഈ നഗരവീഥികളിലേക്ക് ഓരോ കലാകാരന്മാരും കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഇങ്ങനെ അണിനിരക്കുന്നത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ കാണാൻ കഴിയുമല്ലോ. തീർച്ചയായും അർച്ചന, ഞാനതിങ്ങനെ കണ്ട് രസിച്ച് നിൽക്കുകയായിരുന്നു. എന്ത് ഭംഗിയാണ് കാണാൻ. ഇനി ഞാൻ ഓർക്കുന്നത്, ഇതെല്ലാം ഒരുമിച്ച് ആ വഴികളിലേക്ക്, തൃപ്പൂണിത്തുറയുടെ വഴികളിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെരുക്കമുണ്ടല്ലോ, ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ആദ്യമായി പങ്കെടുക്കുന്ന ഒരുപാട് കലാകാരന്മാരെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്.